അമേരിക്കൻ സൈന്യത്തിന് വൻ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള 3 തന്ത്രപ്രധാന US സൈനിക താവളങ്ങൾക്ക് നേരെ ഒരേ സമയം ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ നാവികസേന മുഖേനയാണ് ഈ ഏകോപിത ആക്രമണം സംഘടിപ്പിച്ചതെന്ന് അവകാശപ്പെട്ടു. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളെയും പ്രധാന ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം. മധ്യപൂർവ്വദേശത്ത് US സൈനിക തന്ത്രങ്ങൾക്ക് അടിത്തറയിടുന്ന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്നത് മേഖലയിൽ വലിയ ഭീതി പടർത്തിയിട്ടുണ്ട്. ബഹ്റൈനിലെ അൽ സക്കീർ എയർപോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ അത്യാധുനിക ഡ്രോൺ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും ഹാങ്ങറുകളുമാണ് ആക്രമണത്തിൽ ആദ്യം തകർക്കപ്പെട്ടത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ ഡ്രോൺ നിരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഡ്രോണുകളുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇതിന് പിന്നാലെ ബഹ്റൈനിലെ സൽമാൻ പോർട്ടിൽ പ്രവർത്തിക്കുന്ന US നേവിയുടെ പ്രശസ്തമായ ടാസ്ക് ഫോഴ്സ് 59ലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇറാൻ തകർത്തു. ഡ്രോൺ കപ്പലുകൾ, കൃത്രിമ ബുദ്ധി, അത്യാധുനിക നിരീക്ഷണ സാങ്കേതിക വിദ്യ എന്നിവ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന US നാവികസേനയുടെ അതിപ്രധാനമായ വിഭാഗമാണിത്. കടലിലെ ഭീഷണികൾ മുൻകൂട്ടി അറിയാനും ഇറാനിയൻ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഉപയോഗിക്കുന്ന ഈ AI സംവിധാനം തകർന്നത് പേർഷ്യൻ ഗൾഫിലെ അമേരിക്കയുടെ നാവിക മേൽക്കോയ്മയെ സാരമായി ബാധിക്കും. രണ്ടാമത്തെ പ്രഹരം പതിച്ചത് കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാനിലാണ്. മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന ലോജിസ്റ്റിക്സ് ഹബ്ബായ ക്യാമ്പ് ആരിഫ് ജാനിൽ US മറൈൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ഷെഡുകൾ പൂർണ്ണമായും കത്തി നശിച്ചതായി ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സൈനിക ദൗത്യങ്ങൾക്ക് മുന്നോടിയായി ഉപകരണങ്ങളും ആയുധങ്ങളും സൂക്ഷിക്കുന്നതും പരിശീലനം നടത്തുന്നതും ഇവിടെയായിരുന്നു. ഈ 3 ആക്രമണങ്ങളും ഏതാണ്ട് ഒരേ സമയത്താണ് നടന്നതെന്ന് ഇറാൻ സൈന്യത്തിന്റെ തന്ത്രപരമായ ആസൂത്രണത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളങ്ങളെ ഒരേ സമയം കൃത്യതയോടെ ലക്ഷ്യം വെക്കാൻ ഇറാനിയൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും കഴിഞ്ഞു എന്നത് പെന്റഗണിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിലെ ഈ ഏകോപനം മധ്യപൂർവ്വദേശത്തെ US പ്രതിരോധ സംവിധാനങ്ങളുടെ വിടവുകളെ തുറന്നു കാട്ടുന്നുണ്ട്. എന്നാൽ ഇറാൻ ഉന്നയിക്കുന്ന ഈ വൻ നാശനഷ്ടവാദങ്ങൾ വാഷിംഗ്ടണോ ബഹ്റൈനോ കുവൈറ്റോ ഇതുവരെ ഔദ്യോഗികമായി ശരിവെച്ചിട്ടില്ല. അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തുകയാണെന്നും വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ മാത്രമേ യഥാർത്ഥ വിവരങ്ങൾ വ്യക്തമാകൂ എന്നും അറിയിച്ചു. തങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ അമേരിക്ക വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്ന് ഇറാന്റെ മാധ്യമങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിലൂടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രപരമായ സന്ദേശവും വളരെ വ്യക്തമാണ്. പരമ്പരാഗത യുദ്ധരീതികൾക്ക് പകരം അമേരിക്കയുടെ വിപുലമായ ഡ്രോൺ ശൃംഖല, റോബോട്ടിക് കപ്പലുകൾ, കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രത്യേക സേനാ ദൗത്യങ്ങൾ എന്നിവയാണ് ഇറാൻ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അമേരിക്കയ്ക്ക് സാങ്കേതികമായി മേൽക്കൈ നൽകുന്ന ഈ സംവിധാനങ്ങളെ തകർക്കുന്നതിലൂടെ മേഖലയിലെ US സ്വാധീനം ഇല്ലാതാക്കുക എന്നതാണ് ടെഹ്റാന്റെ ലക്ഷ്യം. US നേവിയുടെ ടാസ്ക് ഫോഴ്സ് 59 ആക്രമിക്കപ്പെട്ടത് അമേരിക്കൻ സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പൈലറ്റ് ഇല്ലാത്ത കപ്പലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പേർഷ്യൻ ഗൾഫിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം ഇറാന്റെ നീക്കങ്ങൾക്ക് വലിയ പ്രതിബന്ധമായിരുന്നു. ഈ AI കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് അമേരിക്കൻ സാങ്കേതിക വിദ്യയെ മറികടക്കാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചു എന്നതിന്റെ തെളിവാണ്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ കടുത്ത ഭീതിയിലാണ്. സ്വന്തം മണ്ണിലെ US താവളങ്ങൾ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ബഹ്റൈനെയും കുവൈറ്റിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ തങ്ങളുടെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കുമെന്ന ഭയവും അവർക്കുണ്ട്. ക്യാമ്പ് ആരിഫ് ജാനിലെ നാശനഷ്ടങ്ങൾ അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് ശൃംഖലയെ ബാധിക്കും. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള US സൈനികർക്ക് ആവശ്യമായ ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിൽ കുവൈറ്റിലെ ഈ താവളം കേന്ദ്ര പങ്ക് വഹിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫോഴ്സിന്റെ താവളങ്ങൾ നശിച്ചതോടെ വരാനിരിക്കുന്ന പല രഹസ്യ സൈനിക ദൗത്യങ്ങളും അമേരിക്കയ്ക്ക് നീട്ടിവെക്കേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം അതിരൂക്ഷമായിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്വന്തം സൈനികരെയും തന്ത്രപ്രധാന സംവിധാനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമേരിക്ക പിന്മാറണമെന്ന ആവശ്യവും ആഭ്യന്തരമായി ശക്തമാകുന്നുണ്ട്.
അതേസമയം ഇറാന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രത്യാക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതായാണ് സൂചനകൾ. പെന്റഗൺ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് അടിയന്തര യോഗം ചേർന്നു. അമേരിക്കൻ സ്വത്തുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. ഇത് മേഖലയെ വീണ്ടും ഒരു വലിയ പോരാട്ടത്തിലേക്ക് തള്ളിയിടുകയാണ്. ഇറാൻ അവരുടെ അത്യാധുനിക ക്രൂയിസ് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളുമാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്നാണ് സൂചന. അമേരിക്കൻ റഡാറുകളെ വെട്ടിച്ച് താഴ്ന്നു പറക്കാൻ കഴിയുന്ന ഇത്തരം ഡ്രോണുകൾ പ്രതിരോധിക്കാൻ US എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് സാധിച്ചില്ല എന്നത് ഗൗരവമേറിയ വിഷയമാണ്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ പ്രതീക്ഷിച്ചതിലും വളരെ മുന്നിലാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിലെ എണ്ണക്കപ്പൽ പാതകളുടെ സുരക്ഷയും ഈ ആക്രമണത്തോടെ പൂർണ്ണമായും ചോദ്യചിഹ്നമായി മാറി. ടാസ്ക് ഫോഴ്സ് 59ന്റെ തളർച്ച മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ നേരിട്ട് ബാധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ ഈ സംഘർഷം കാരണമായേക്കാം. ലോകരാജ്യങ്ങൾ വളരെ ഉത്കണ്ഠയോടെയാണ് മധ്യപൂർവ്വദേശത്തെ സംഭവങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താക്കൾ അറിയിച്ചത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ്. അമേരിക്ക തങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മധ്യപൂർവ്വദേശത്തുള്ള എല്ലാ US താവളങ്ങളും തകർക്കപ്പെടുമെന്ന് അവർ ഭീഷണി മുഴക്കുന്നുണ്ട്. സഖ്യരാജ്യങ്ങളിലെ താവളങ്ങൾ ലക്ഷ്യമിടുന്നതിലൂടെ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകളെ മാത്രം ഉപയോഗിക്കാതെ ഇറാൻ സൈന്യം നേരിട്ട് ഇത്തരമൊരു വൻ ആക്രമണം നടത്തിയത് യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റി എഴുതിയിരിക്കുന്നു. ഇതുവരെ നിഴൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇറാൻ ഇപ്പോൾ പരസ്യമായ പോരാട്ടത്തിന് സന്നദ്ധമായിരിക്കുന്നു. ഇത് അമേരിക്കൻ സൈനിക വ്യൂഹങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞുപോയി. ഐക്യരാഷ്ട്രസഭയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇരു വിഭാഗവും പിന്മാറാൻ തയ്യാറല്ല. ആക്രമണത്തിന് പകരം ആക്രമണം എന്ന നയമാണ് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. മധ്യപൂർവ്വദേശത്ത് നിലവിൽ US സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ വലയം എത്രത്തോളം ദുർബലമാണെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലേറെ മുന്നിലാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ പരമ്പരാഗത തന്ത്രങ്ങൾക്ക് മുൻപിൽ അമേരിക്കൻ പ്രതിരോധം പതറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും ആക്രമണം അതിന് അടിവരയിടുന്നുണ്ട്. അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും ഈ ആക്രമണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തിരിച്ചടി നൽകിയേക്കാം. ഇറാനിലെ നിർണായക താവളങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ വിമാനങ്ങൾ പറന്നുയരാനും സാധ്യതയേറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധമായി മാറുകയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത സാമ്പത്തിക സൈനിക പ്രതിസന്ധിക്ക് വഴി തുറക്കുകയും ചെയ്യും. ബഹ്റൈനിലെ അൽ സഗീർ, സൽമാൻ പോർട്ട്, കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാൻ എന്നിവിടങ്ങളിൽ ഇറാൻ നടത്തിയ ഒരേ സമയത്തുള്ള ആക്രമണങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ അടിത്തറയിലെത്തിയിട്ടുണ്ട്. ഡ്രോൺ താവളങ്ങളും AI കേന്ദ്രങ്ങളും തകർത്തതിലൂടെ ടെഹ്റാൻ തങ്ങളുടെ യുദ്ധശേഷി ലോകത്തിന് മുൻപിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി പെന്റഗണിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും മധ്യപൂർവ്വദേശത്തിന്റെ ഭാവി.